വഴുതനങ്ങ കൊണ്ട് ഇതേപോലെ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കുമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഞാൻ ഈ വലുപ്പത്തിലുള്ള ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വഴുതനങ്ങ റൗണ്ടായിട്ട് വേണം കട്ട് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു മസാല റെഡിയാക്കാനായിട്ട് ഉപ്പും മഞ്ഞളും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് വെള്ളവും കൂടി ചേർത്ത് ഒരു പേസ്റ്റ് പരുവത്തിൽ നനച്ചെടുക്കണം. ഇനി ഈ മസാലയിലേക്ക് അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന വഴുതനങ്ങ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ പാനിൽ മൊത്തത്തിലാവുന്നത് വരെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അധികം എണ്ണ ഒഴിക്കണ്ട. ഞാനിവിടെ 1 ടീസ്പൂണോളം എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഓരോ പീസും ഇതേപോലെ നിരത്തി വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡൊന്നും മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതേപോലെ ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കണം. 2 ഭാഗവും ഒരേപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി, കരിഞ്ഞു പോകരുത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ചെറിയ ഉള്ളിയാണ്. ചുമന്നുള്ളിയാണ് ഞാൻ എടുത്തത്. അതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ 2 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ പച്ചമുളക് ഞാൻ ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് 2ആയിട്ട് കീറി വേണമെങ്കിലും ഇടാം. ഇനി വേണ്ടത് തൈരാണ്. തൈരൊന്ന് കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് തൈര് ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 സ്പൂണോളം തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തൈരിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി വേണ്ടത് ഇതേപോലെ ഒരു ചട്ടി വെച്ച് 1 ടീസ്പൂൺ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിയതിലേക്ക് അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. കൂടെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്നും മൂത്ത് പോവേണ്ട ആവശ്യമില്ല. ഒന്ന് ഇതെല്ലാം ഓരോന്നോരോന്നായി ചേർത്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. ശേഷം ഒരിത്തിരി മുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി തണുത്ത വഴുതനങ്ങ ഉണ്ടല്ലോ, നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്നത് തൈരിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തണുത്ത എണ്ണയുടെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്നാൽ നല്ല അടിപൊളി ടേസ്റ്റും മണവുമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ.